ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പഴയന്നൂർ വരെ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇഹുവിനൊരു കൊലുസ് വാങ്ങണം, അതുപോലെ തന്നെ അമ്മയ്ക്ക് ബാങ്കിൽ പോകണം, അങ്ങനെ അല്ലറ ചില്ലറ കലാപരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ റോട്ടിക്ക് അത്യാവശ്യം ദൂരം നടക്കാനുള്ളത് കൊണ്ട് റോഡ് എത്താറാകുമ്പോൾ പിന്നെ ഇഹു ഒറ്റയ്ക്ക് നടക്കാമെന്നുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ ടാറ്റൊക്കെ കൊടുത്ത് മെല്ലെ കുറച്ച് നേരം നടന്നു. പിന്നെ റോഡിലെത്തിയിട്ടും കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ബസ് വരാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം എന്തായാലും പോസ്റ്റായി. പിന്നെ ക്യാമറ ഓണാക്കി പിടിച്ചപ്പോൾ ഇഹുവിൻ്റെ ഒരു ചെറിയ ചിരിയൊക്കെ വേണോ വേണ്ട വെച്ചിട്ടൊക്കെ ചിരിക്കണത്. അപ്പോഴത്തേക്കും ബസ്സൊക്കെ വന്നു. ബസ്സിലൊക്കെ കയറി. സാധാരണ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇഹു ഉറങ്ങാറാണ് പതിവ്. പക്ഷെ ഇന്ന് അവിടെ എത്താറാവുമ്പോഴാണ് ഇഹു ഒന്ന് ഉറങ്ങിയത്. അങ്ങനെ നേരെ നമ്മൾ ജ്വല്ലറിക്കാണ് പോയത്. സ്വർണ്ണവില കൂടുന്ന പോലെ തന്നെ വെള്ളിക്കും വില കൂടുന്നുണ്ട്. അങ്ങനെ ഒരു കൊലുസൊക്കെ വാങ്ങി. നല്ല കിലുക്കുള്ള കൊലുസാണ് വാങ്ങിയത്. അത് കാലിൽ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുന്ന് നേരെ പിന്നെ അമ്മയ്ക്ക് ലൈനിങ് വാങ്ങാനുണ്ടായിരുന്നു. അത് നോക്കാൻ വേണ്ടി കയറിയപ്പോൾ ചുരിദാർ മെറ്റീരിയലും കൂടി നോക്കിയിട്ടോ. അത് മാക്സിയുടെ മെറ്റീരിയലാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 വാങ്ങി. പിന്നെ ഇഹുവിന് ഉടുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഇഷ്ടമായില്ല. പിന്നെ ക്രിസ്മസ് വൈബ് ആയതുകൊണ്ട് ഒരു ക്യൂട്ട് അപ്പൂപ്പനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഹുവിന് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് നേരെ ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഹു കൊലുസൊക്കെ ഇട്ട് ഇങ്ങനെ കിലുക്കി അത് കൂടെ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തു. നടന്നൊരു വഴിയായി. ഇനി കുറച്ച് ദാഹം മാറ്റാം, അതിന് വേണ്ടി ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഇഹുവിന് ഒരു വെജ് കട്ട്ലേറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി ഇരിപ്പായി. അങ്ങനെ സ്റ്റോപ്പിൽ ഇറങ്ങി ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നട്ടാപ്പൂര് വെയിലാണ്. കുട എടുക്കാൻ മറന്നു, പക്ഷേ ഇഹുവിൻ്റെ തൊപ്പി എടുക്കാൻ മറന്നില്ല. അതുകൊണ്ട് മുട്ടത്തലയിൽ വെയിലുള്ളായിരിക്കും തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നട്ടാപ്പൂര് വെയിലത്തും നാടിൻ്റെ ഭംഗി ക്യാപ്ചർ ചെയ്യാൻ എന്തായാലും മറന്നിട്ടില്ല. അങ്ങനെ ഒരു വഴിയായി വെയിലത്ത് വാടിക്കൊളഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മി ഇഹു ആദ്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിപ്പാണ് കണ്ടത്. പിന്നെ വേഗം പോയി ഇഹുവിന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛമ്മ ഇഹും കൂടി നല്ല കളിയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അമ്മയ്ക്ക് എടുത്ത 2 ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇഹു കടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുരങ്ങന്മാരുടെ രംഗപ്രവേശനം ആയിട്ടുണ്ട്. അതിൽ കൂടുതലും കുഞ്ഞു കുരങ്ങൻ കുട്ടികളാണ് കേട്ടോ. അവരെ കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷെ വീട്ടിൽ എന്ത് വെച്ചുണ്ടാക്കിയാലും അത് നമുക്ക് കിട്ടില്ല എന്നതാണ് ഇവന്മാരുടെ വായയ്ക്കാണ് പോകുന്നത്. വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു വഴുതനങ്ങ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ വഴുതനങ്ങ 2-3 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചു വെക്കണം എന്ന് നമ്മ വിചാരിച്ചതാണ്. പക്ഷെ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചത് കൊണ്ട് അവന്മാരത് കൊണ്ട് അതാണ് പറയുന്നത്, ഒന്നും പിന്നേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, അപ്പം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആ ശബ്ദമൊക്കെ കേട്ട് ഇഹു എന്തായാലും എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ ഒന്ന് ഓണാക്കി പിടിച്ചപ്പോൾ ഒന്ന് പുഞ്ചിരിക്കാമെന്ന് തോന്നി. ചെറിയൊരു പുഞ്ചിരിയൊക്കെ തരുന്നുണ്ട്. അപ്പോഴേക്കും ഷംജിദാത്താൻ്റെ ഉമ്മറത്ത് ഫാമിലിയോടുക്കനെ കുറേ കുരങ്ങന്മാർ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. പിന്നെ ഇഹു വൈകുന്നേരം ആയപ്പോൾ അമ്മേൻ്റെ കൂടെ വെള്ളത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. വെള്ളം കൊണ്ടുവരാനുള്ള പ്ലാനാ തോന്നുന്നു. എന്തായാലും ഒന്ന് അമ്മമ്മേൻ്റെ പിന്നാലെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യും പിടിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ അമ്മ അവിടെ വെള്ളം കോരുന്നുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കോരി വന്നപ്പോഴേക്കും അച്ഛൻ എണ്ണക്കടിയായിട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റമലുമാൻ്റെ വിളി. ഷംജിദാത്താൻ്റെ ബാക്കിൽ 2 മാൻകുട്ടികൾ വന്നിട്ടുണ്ട് എന്ന്. നേരെ അങ്ങോട്ട് വിട്ടു. മാൻകുട്ടികളൊന്നുമല്ല, അത്യാവശ്യം വലിയ മാനുകളാണ് 2 പേര് കേട്ടോ. അവരെന്തോ തിന്നിട്ടുള്ള നിപ്പാണ്. പിന്നെ എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ നല്ല ഓട്ടായി. അപ്പോൾ അതിൽ നേരം പോലെ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.